ഇത്തവണ ഓണം ഒരുക്കം അല്പം ചിലവേറുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനകൾ. ഓണസദ്യയ്ക്ക് രുചി കൂടണമെങ്കിൽ വിഭവങ്ങൾ കൂടുതൽ വേണം. പക്ഷേ പച്ചക്കറികൾക്ക് വില കൂടിത്തന്നെയാണ്. ഓണാഘോഷങ്ങൾ മുക്കിലും മൂലയിലും പൊടിപൊടിക്കുമ്പോൾ ഇനിയും വില കൂടാനാണ് സാധ്യത. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ന്യൂസ് ബസിൽ ചേരുകയാണ്. ആദ്യം പച്ചക്കറി മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സുനിഷ അയ്യല്ലൂര് ഒരു പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സുനിഷ, അപ്പോൾ മലയാളികളെല്ലാം ഓണം ഒരുങ്ങാനുള്ള ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു. സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായി വാങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പച്ചക്കറി ആണല്ലോ പ്രധാനമായി നമ്മുടെ സദ്യക്ക് വേണ്ടത്. അപ്പം അതിനുള്ള വിലക്കയറ്റമാണെന്നാണോ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചന? ആര്യ, കുറച്ചൊക്കെ വില കൂടിയിട്ടുണ്ട്. അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ആര്യ പറഞ്ഞതുപോലെയാണ്, ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ ഓണസദ്യ. അപ്പോൾ ഓണസദ്യ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഓണസദ്യ കുറച്ചുകൂടി കെങ്കേമമാകുക എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഞാനുള്ളത് ചാല മാർക്കറ്റിലാണ്. ഇതാ പച്ചക്കറികളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ 3 മണി ആയതുകൊണ്ടായിരിക്കാം ആളുകളൊന്നും അങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടില്ല. ഒന്ന് വെയിലൊക്കെ ആറിയതിന് ശേഷം ആളുകളൊക്കെ വലിയ തിരക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. രാവിലെ ആയാലും വൈകുന്നേരമായാലും ഒക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഓണത്തിൻ്റെ ഒരു തിരക്കിലേക്ക് അങ്ങോട്ട് കടക്കുന്നതേ ഉള്ളൂ. ഓണം തിരക്കിലാണോ? ഉറപ്പായിട്ടുമാണ്, ഓണം തിരക്കിലാണ്. ഓണത്തിൻ്റെതായിട്ടുള്ള ഓട്ടങ്ങളിലാണ്. ഉത്രാടപ്പാച്ചിലൊക്കെ നേരത്തെ തുടങ്ങിയതുപോലുണ്ട്. ഇപ്പോൾ ഓണസദ്യക്കുള്ള ഇത് വാങ്ങിക്കാനാണ്. ഓണത്തിനൊരു 6 ദിവസം കൂടി ഉണ്ട്. എന്നാലും പ്രസ് ക്ലബ്ബിൽ നിന്ന് അപ്പോൾ അവിടുത്തെ ഓണം പ്രോഗ്രാമിന് വേണ്ടിയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. പച്ചക്കറിക്കൊക്കെ വില കൂടുതലാണ്. ഇതൊക്കെ അത്യാവശ്യം വിലയാണ്, വിലയുമാണ്, തിരക്കുമാണ്. ഇച്ചിരി ചെറിയ, അതായത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഈ കാലാവസ്ഥ പ്രതികൂലമായതൊക്കെ ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതാ കാണാൻ കഴിയും, ആളുകളില്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. ഇപ്പോൾ ചേട്ടനൊക്കെ സംസാരിച്ചത്, ചേട്ടനോട് പറഞ്ഞപ്പോഴും ചേട്ടൻ പറയുന്നത് ആളുകൾ എത്തുന്നില്ല ഇങ്ങോട്ട് എന്നുള്ളതാണ്. കൂടുതൽ നേരത്തെയൊക്കെ ഈ സമയത്ത് നിറയെ ആളുകളുള്ളൊരു സ്ഥലമായിരുന്നു അല്ലേ ഏട്ടാ? നിറയെ ആളുകളുള്ള സ്ഥലം. പക്ഷേ സാധനം എല്ലായിടത്തു നിന്നും വില കുറവാണ്, വളരെ വില കുറവ്. 1 കിലോ തക്കാളി വന്നിട്ട് 25 രൂപ. ഇപ്പോൾ ക്യാറ്റ് ഏറ്റവും ഫ്രഷ് ക്യാറ്റ് 60 രൂപ 30 രൂപ സാധനമുണ്ട്. എല്ലാ സാധനവും വില കുറവാണ്. പക്ഷേ എന്തിനും വാങ്ങിക്കാൻ ആളില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരെല്ലാം ലുലുമാള് ഇങ്ങനെയുള്ള ആ സ്ഥലത്തേക്കുള്ള സാധാരണ കഴിഞ്ഞ ഓണത്തിനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിൽ നിന്നും ഒരു 3 ഇരട്ടിയായിട്ട് കുറഞ്ഞു. തിരക്കൂടെ ഒന്നും ഇല്ല. പഴയ രാവിലെ ആവും ഇല്ല. ഈ രാവിലെ ഒന്ന് കുറച്ച് തിരക്കെന്ന് പറഞ്ഞാൽ ഈ ഓർഡർ കുറേ കടകളിൽ സാധനം എടുക്കാനായിട്ട്. ഒരു കാര്യം, തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം പല വിഭവങ്ങളും ഉണ്ടാവും. അതൊരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ ഏറ്റവും അധികം ആളുകൾ വാങ്ങുന്ന ഒരു പച്ചക്കറി അതേതാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കണം ഒരു പച്ചക്കറിയും നമുക്ക് പറയാൻ പറ്റൂല. എല്ലാം വേണം അവർക്ക്. ഒരു സാമ്പാർ വയ്ക്കണം, ഇപ്പോൾ എന്തൊരു വെള്ളരിക്ക വേണം, പടവലം വേണം, ക്യാരറ്റ് വേണം, തക്കാളി വേണം, ഇങ്ങനെ ഒരുപാട് ഐറ്റം വേണം. ഇപ്പോൾ തോരത്തിനാണെങ്കിൽ ചിലവർ ക്യാബേജ് വാങ്ങിക്കും, ചിലവർ ബീൻസ് വാങ്ങിക്കും. ഓണത്തിനോട് ആരും കോംപ്രമൈസ് ചെയ്യില്ല. ഇല്ല, അത് ഒരേ ഐറ്റമായിട്ട് വാങ്ങിക്കൂല. ഓരോരുത്തർ ഇപ്പം ന്യൂ ജനറേഷൻ വരുമ്പം അവർ ചിലവർ പിന്നെ കോളിഫ്ലവർ വാങ്ങിക്കണം. ന്യൂ ജനറേഷൻ വരുമ്പം അതിന് വന്ന് ബ്രൂക്കോളി ആവും. വ്യത്യാസങ്ങൾ വരും. വിഭവങ്ങളിലൊന്നും ഒരു കുറവും മാറ്റം വരില്ല. പിന്നെ കറിക്കുള്ള വ്യത്യാസങ്ങൾ വരും. അത്രേ ഉണ്ട്. അതാണ്. ഏതായാലും ഈ ഓണം ഇനിയിപ്പോൾ എന്ത് രീതിയിലായാലും അതിനോടൊരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. എല്ലാ കറിയും വെക്കാതെ ഒരു സ്വാഭാവികമായും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇവിടുത്തെ സദ്യ എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപക്ഷെ പറയുന്നതാണ്. തിരുവനന്തപുരത്തെ സദ്യ അത് കെങ്കേമമാകുന്നുണ്ടെങ്കിൽ അത്രയധികം ഇല്ല നിറയെ കറികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ പച്ചക്കറിയൊക്കെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആളുകൾ അങ്ങോട്ട് കൂടുതലായി എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇനി ഒരു 6 ദിവസമൊക്കെ ഉണ്ടല്ലോ ആര്യ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചാല മാർക്കറ്റിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ തിരക്കിലേക്ക് കടന്നിട്ടില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ചില പച്ചക്കറികൾക്കൊക്കെ സ്വാഭാവികമായും ഇതര സംസ്ഥാനത്തു നിന്നൊക്കെ കാലാവസ്ഥ വ്യതിയാനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തും. ചേട്ടൻ പറയുന്നത് നമ്മൾ ഈ വില കൂടുതലെന്ന് പറയുമ്പോൾ ആളുകൾ ഇനി വാങ്ങാതിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് വലിയൊരു പ്രതിസന്ധിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി നമ്മൾ നേരിടുന്നുണ്ട്. ഏതായാലും ചെറിയ വിലക്കയറ്റമൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വിലയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാലും ഓണമാണല്ലോ, ഓണം കാണാൻ പറ്റും, ഓണം ഉണ്ണണം എന്നൊക്കെ ഉള്ളതാണല്ലോ ചൊല്ലി. അപ്പോൾ അത്തരത്തിൽ തന്നെ മലയാളികൾ ആഘോഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചാല മാർക്കറ്റിൽ തിരക്കൊക്കെ അങ്ങ് കൂടി വരുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എത്തുമ്പോൾ ഒരുപക്ഷെ ആ ഒരു ഉത്രാട പച്ചിലേക്കൊക്കെ കടക്കുമെന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ആര്യ. അതാണ് സുനിഷ പാളയം മാർക്കറ്റിൽ നിന്നാണ്, ചാല മാർക്കറ്റിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ എന്തായാലും വലിയ തിരക്കൊന്നുമില്ല. സുനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഒരു 5-6 ദിവസം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അവസാന 2-3 ദിവസങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായും ഈ പച്ചക്കറി വാങ്ങാനൊക്കെയുള്ള ഒരു ഓട്ടം തുടങ്ങുക. എന്തായാലും
വലിയ വില വർധനവൊന്നുമില്ല, പക്ഷേ ചെറിയ രീതിയിൽ ചില ഐറ്റംസിനൊക്കെ വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്നത്. പക്ഷെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ കീശ കീറില്ല പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയാൽ എന്നുള്ളതാണ് നിലവിലെ വിപണിയിലെ ഒരു സാഹചര്യം.